വെൽ ഓയിൽഡ് പീരങ്കിപ്പട. ആർസണലിൻ്റെ തുടക്കം ഗംഭീരം, ഒന്നും പറയാനില്ല. ലെംബാർഡിൻ്റെ കൗണ്ടറിക്ക് 86 മിനിറ്റ് വരെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല. 90 മിനിറ്റ്സ് 90 സെക്കൻഡ്സിൽ നിന്ന് ആർസണൽ വേഴ്സസ് കൗണ്ടറി മാച്ചാണ്. ഗെയിം ഓവറോൾ നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആർസണലിൻ്റെ ഇൻറ്റൻസിറ്റിയും ടീം കോർഡിനേഷനാണ്. നമുക്ക് അതാണ് എടുത്തു നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ എന്തൊക്കെ ഗോൾ അടിച്ചു അതൊക്കെ പറഞ്ഞാലും പക്ഷേ ഇവരുടെ കോർഡിനേഷനും ആ ഒരു ഒത്തൊരുമയും കാണാൻ തന്നെ ഒരു അടിപൊളിയായിരുന്നു. കളിയുടെ ഇടയിൽ ആർട്ടറ്റനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ടീഷർട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ പുള്ളിനെ കാണുമ്പോൾ പെപ് ഗാർഡിയോളയുടെ ഒരു ഫേസ് ഒക്കെ ഇങ്ങനെ മിന്നിമാന് പോകുന്നത്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയത് ഈ ടീം കോർഡിനേഷനാണ്. അതായത് ആരൊക്കെ എവിടെ നിൽക്കണം, എപ്പോഴാണ് പ്രസ് ചെയ്യേണ്ടത്, ആരൊക്കെ കവർ ചെയ്യേണ്ടത്, അതിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് ആർട്ടറ്റനെ സംബന്ധിച്ച് മതിയാവും, കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ഗോൾസ് നോക്കിയാലും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ബിൽഡപ്പിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തു, മിസ്റ്റേക്ക് ഫോഴ്സ് ചെയ്തു, പിന്നെ ചാൻസ് കിട്ടിയപ്പോൾ ഫിനിഷ് ചെയ്തു. ഇതേ പാറ്റേണാണ് 3 ഗോൾസ് വന്നിട്ടുള്ളത്. ചൊവാലിസ് എന്ന പ്ലെയർ നോക്കി വെച്ചോ, ആർസണലിന് ഇനി വരാൻ പോകുന്ന കളികളിൽ മുതൽക്കൂട്ടായിരിക്കും, ഇഞ്ചുറി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ. കാരണം ഞാൻ ഇന്നലെ ഒരു കുറേ സമയം പുള്ളിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്തൊരു കളി, അതായത് ട്രൊസാർഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രൊസാർഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ അപ്ഗ്രേഡായി തോന്നി. കാരണം സംഭവം എങ്ങാണ്, പക്ഷെ എന്നാലും പുള്ളിയുടെ ഒരു കളി ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെ, ഗോൾ വന്നതിലും പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ തുടക്കം തന്നെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഹൗ എ ചാമ്പ്യൻ ടീം പ്ലേസ് എന്ന രീതിയിലായിരുന്നു അവർ കളിച്ചത്. പക്ക ഡോമിനേഷൻ, അതറിയാലോ. പിന്നെ കോമന്ററി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചു അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ആസ് യൂഷ്വൽ ആർസണൽ പക്ക ഡോമിനൻസ് ആയിരുന്നു. ഈ കോർണർ FC അത് ഇതെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് അത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. അപ്പൊ ഇന്നലത്തെ കളി അങ്ങനെ അല്ലായിരുന്നു, പക്ക ഡീസന്റ് കളിയായിരുന്നു. ആർസണലിൽ നമ്മൾ പ്രതീക്ഷ എന്താണോ അത് തന്നെയാണ് അവർ കളിച്ചത്. സോ ഓവറോൾ നോക്കിയാൽ ഫസ്റ്റ് മാച്ച് എന്ന രീതിയിൽ ഞാൻ ഇംപ്രസ്ഡ് ആണ് ആർസണലിൽ ഈ പെർഫോമൻസ് കൊണ്ട്. ആസ് എ ഫുട്ബോൾ ഫാൻ എസ്പെഷ്യലി ഈ പ്രസ്സിങ്, കോർഡിനേഷൻ, ഇന്റൻസിറ്റി സോളിഡ് ആയിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷേ ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, നെക്സ്റ്റ് ഗെയിമിലും ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അതായത് ബിഗ് ടീം വരുമ്പോൾ ഇവർ എങ്ങനെ ചെയ്യുന്നുള്ളത്. പിന്നെ എനിക്ക് ആർസണൽ ഫാൻസിനോട് ചോദിക്കാനുള്ളത്, ഹാവർട്സ് ഓവർ ഗ്യോക്കെരിസ്, അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം, പിന്നെ എന്തിനാണ് ഒരു സ്ട്രൈക്കർ? ആ ഒരു ചോദ്യം എനിക്ക് ഇറക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മാച്ചിൽ ആര് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നത്? കമൻസിലിടാം.